ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിജയുടെ ഏറ്റവും പുതിയ ചിത്രമായ ദ ഗോട്ട് എന്ന മൂവിയാണ്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് 2008 കെനിയയിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിലാകട്ടെ കുറച്ച് ടെററിസ്റ്റുകൾ യുറേനിയം കടത്തിക്കൊണ്ട് പോവുകയാണ്. ആ ടെററിസ്റ്റുകളുടെ തലവൻ ഒമർ എന്നൊരാളായിരുന്നു. അയാളൊരു ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയായിരുന്നു: സ്പെഷ്യൽ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് അഥവാ സാഡ്സിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനായിരുന്ന രാജീവ് മേനോൻ എന്ന് പറയുന്ന ആള് ഇന്ത്യയിൽ നടന്ന പല ടെററിസ്റ്റ് അറ്റാക്കുകൾക്കും കാരണക്കാരനായിട്ടുണ്ട് എന്ന്. രാജ്യത്തെ വലിയൊരു കുറ്റവാളിയായി മാറിയ അയാളെ പിടിക്കാൻ വേണ്ടിയിട്ട് രാജ്യത്തെമ്പാടും ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇവരുടെ കയ്യിലുള്ള ഈ യുറേനിയം ഒറിജിനൽ ആണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് അവർ ഹെലികോപ്റ്ററിൽ ഒരു സയന്റിസ്റ്റിനെ തട്ടിക്കൊണ്ടുവരുന്നു. എന്നാൽ ടെററിസ്റ്റുകളുടെ കയ്യിൽ നിന്നും യുറേനിയം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് സാഡ്സിന്റെ 4 ഓഫീസേഴ്സ് പുറത്തു തന്നെ അവരെ ലക്ഷ്യം വെച്ചിരിപ്പുണ്ടായിരുന്നു. ഇവരിൽ ഒരാളാണ് നമ്മുടെ നായകൻ ഗാന്ധി, വിജയ് അവതരിപ്പിക്കുന്ന കഥാപാത്രം. ടെററിസ്റ്റുകൾ തട്ടിക്കൊണ്ടുപോയി സയന്റിസ്റ്റിനെ അവർ യുറേനിയം കാണിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്നാൽ ശരിക്കും അത് ഗാന്ധി തന്നെയായിരുന്നു. സയന്റിസ്റ്റിന്റെ വേഷത്തിൽ വന്ന് ഇവരെ പറ്റിക്കുകയായിരുന്നു. യുറേനിയം ഒറിജിനൽ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് അത് ലാബിൽ കൊണ്ടുപോയി പരിശോധിക്കണമെന്നാണ് ഗാന്ധി പറയുന്നത്. എന്നാൽ ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് മറ്റൊരാൾ വരുന്നു. അതാ രാജീവ് മേനോൻ ആയിരുന്നു. യുറേനിയം ഒറിജിനൽ തന്നെയാണ്, വന്നിരിക്കുന്ന സയന്റിസ്റ്റ് ആണ് ഫേക്ക് എന്നാണ് അയാൾ പറയുന്നത്. മാസ്കിന് പിറകിൽ ഗാന്ധിയാണെന്ന് അയാൾ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അതേസമയം ഗാന്ധിയുടെ ടീമിലെ മറ്റു 3 പേര് പുറത്തു തന്നെ ഉണ്ടായിരുന്നു: അജയ്, കല്യാൺ, സുനിൽ. അതിൽ കല്യാണാകട്ടെ ട്രെയിനിനുള്ളിലേക്ക് ബോംബ് ഫിക്സ് ചെയ്യുന്നു. ഗാന്ധി അവിടെ ഉണ്ടായിരുന്ന ടെററിസ്റ്റുകളെല്ലാം അടിച്ചിട്ടിട്ട് യുറേനിയം എടുക്കുന്നുണ്ട്. ആ സമയം തന്നെ കല്യാൺ പറയുന്നു എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറണം, ബോംബ് ഇപ്പൊ തന്നെ പൊട്ടുമെന്ന്. എന്നാൽ മേനോനെ കണ്ട സ്ഥിതിക്ക് അയാളെയും കൂടി പിടിച്ചിട്ട് വരാമെന്ന് ഗാന്ധി പറയുന്നു. അതിനൊന്നും തന്നെ സമയമില്ല എന്ന് പറഞ്ഞിട്ടാണ് കല്യാൺ പെട്ടെന്ന് ഗാന്ധിയെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഗാന്ധിയും കല്യാണും ട്രെയിനിൽ നിന്നും പുറത്തേക്ക് കടന്നതും ആ ട്രെയിൻ ബ്ലാസ്റ്റ് ആകുന്നു. മേനോൻ ഉൾപ്പെടെ എല്ലാവരും ആ ബ്ലാസ്റ്റ് നടക്കുന്ന ബോഗിയിലായിരുന്നു ഉണ്ടായിരുന്നത്. യുറേനിയം വീണ്ടെടുത്ത സന്തോഷത്തില് അവരെല്ലാവരും ഒരു പാർട്ടിയൊക്കെ നടത്തിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. ഗാന്ധിയുടെ വൈഫായിരുന്നു അനു. അവളിപ്പോൾ 2ാമത് പ്രഗ്നന്റ് ആണ്. അവർക്ക് 5 വയസ്സുള്ളൊരു മകൻ കൂടിയുണ്ട്. അവന്റെ പേര് ജീവൻ എന്നാണ്. രാത്രിയിൽ ഇങ്ങനെ മദ്യപിച്ചിട്ട് ലേറ്റ് ആയി വരുന്നതിന് അനു എപ്പോഴും അവനെ വഴക്ക് പറയുമായിരുന്നു. അവൻ സാഡ്സിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒരിക്കലും അനുവിന് അറിയില്ലായിരുന്നു. മകനെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് സുനിലിന്റെ വൈഫ് രാധിക അവനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞങ്ങളുടെ മകൾ ശ്രീനിധിയെ കൂടി സ്കൂളിലേക്ക് കൊണ്ടുപോകണമെന്ന്. അങ്ങനെ അവൻ പോകുന്ന വഴിക്ക് സുനിലിന്റെ വീട്ടിൽ കയറി ശ്രീനിധിയും കൂട്ടിയിട്ടാണ് പോകുന്നത്. രാധിക ഒരു ഗൈനക്കോളജിസ്റ്റ് ആണ്. ഇന്ന് വൈകുന്നേരം അനുവിന്റെ അപ്പോയിന്റ്മെന്റ് ഉണ്ടെന്ന് അവൾ ഗാന്ധി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഗാന്ധിയും കൂട്ടരും തങ്ങളുടെ ഓഫീസിൽ എത്തിച്ചേരുന്നു. അവരുടെ ഹെഡ് ആയിരുന്നു നസീർ. ഇനിയും വീണ്ടെടുക്കാൻ പറഞ്ഞതിന് കെനിയയിലുള്ള ഒരു ട്രെയിൻ തന്നെ ബ്ലാസ്റ്റ് ചെയ്തിട്ട് നീക്ക് എന്തിനാ വന്നതെന്ന് ചോദിച്ച് അയാൾ വഴക്ക് പറയുന്നുണ്ട്. കെനിയൻ എംബസി വഴി അവർക്ക് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു ആ ട്രെയിൻ ബ്ലാസ്റ്റില് ഒമറും മേനോനും മരിച്ചു എന്ന്. അവരുടെ അടുത്ത മിഷൻ തായ്ലാന്റിലായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ചെന്നൈയിൽ ഒരു മീറ്റിംഗ് ഉണ്ടെന്നും ഇന്ന് തന്നെ പോകണമെന്നും നസീർ ഗാന്ധിയോട് പറയുന്നു. ഗാന്ധി ചെന്നൈയിൽ പോയ കാരണം അനുവിന്റെ കൂടെ ചെക്കപ്പിന് പോകാൻ അവന് സാധിച്ചില്ല. അനു ആകട്ടെ രാധികയോട് പരിഭവം പറയുന്നു. ഗാന്ധി ഈയിടെയായിട്ട് ഫുൾ ടൈം പുറത്താണ്, വീട്ടിലോട്ട് അധികം ഒന്നും വരാറില്ല. ഏതോ പെണ്ണുമായിട്ട് ചുറ്റിക്കളി ഉണ്ടെന്നാണ് എനിക്ക് ശരിക്കും ഡൗട്ട്. അതൊക്കെ നിന്റെ തോന്നലാണെന്ന് രാധിക പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ചെന്നൈയിലെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഗാന്ധി തിരിച്ചെത്തുന്നുണ്ട്. അവൻ അനുവിനോട് പറഞ്ഞത് തന്റെ കോളേജ് റീയൂണിയൻ ആയിരുന്നു എന്നായിരുന്നു. റീയൂണിയൻ എല്ലാം കഴിഞ്ഞിട്ട് പാർട്ടി കഴിഞ്ഞ് ലേറ്റ് ആയ കാരണം ഞാൻ സുനിലിന്റെ വീട്ടിലാണ് കിടന്നുറങ്ങിയത്. അവൾ ആദ്യം കല്യാണിയാണ് വിളിക്കുന്നത്. ഗാന്ധി എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഗാന്ധിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കല്യാൺ പറയുന്നുണ്ട് അവൻ എന്റെ വീട്ടിലായിരുന്നു എന്ന്. അത് കഴിഞ്ഞിട്ട് സുനിലിനെ വിളിക്കുമ്പോൾ സുനിൽ പറയുന്നുണ്ട് ഗാന്ധി ദാ ഇവിടെ കിടന്ന് ഉറങ്ങുകയാണെന്ന്. അപ്പോഴേ അവൾക്ക് മനസ്സിലായി ഇവരെല്ലാവരും ചേർന്നിട്ട് എന്തോ കള്ളക്കളി കളിക്കുകയാണെന്ന്. അവൾ എല്ലാവരെയും വീട്ടിലേക്ക് വിളിക്കുന്നു. എന്നിട്ട് അവൾ ഗാന്ധിയോട് പറയുന്നു ഒന്നുകിൽ നീ എന്റെ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ആ പെണ്ണിന്റെ കൂടെ പോയി താമസിച്ചോണമെന്ന്. അവൾ തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കി ഗാന്ധി സത്യം തുറന്നു പറയുന്നു ഞാൻ സാഡ്സിലാണ് വർക്ക് ചെയ്യുന്നതെന്ന്. എന്നാൽ ഇപ്പോഴും അവൻ കള്ളം പറയുകയാണ് എന്നാണ് അവന് വിചാരിക്കുന്നത്. അവളത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. അവസാനം ഗാന്ധി ഒരു കള്ളം തന്നെ പറയുകയാണ്. ഞാൻ ചെന്നൈയിൽ പോയത് പാസ്പോർട്ട് റിന്യൂ ചെയ്യാനാണ്. നമ്മൾ എല്ലാവരും ചേർന്ന് തായ്ലൻഡിലേക്ക് ഒരു സെക്കൻഡ് ഹണിമൂൺ പോകുന്നു. നിനക്ക് സർപ്രൈസ് തരാൻ വെച്ചിരുന്നതാ, പക്ഷെ അതിങ്ങനെ പറയേണ്ടി വന്നു. ശരിക്കും ആ കള്ളം അനു വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നാൽ മിഷന് പോകുന്നിടത്ത് വൈഫിനെയും കുഞ്ഞിനെയും കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് ബാക്കിയുള്ളവരെല്ലാം പറയുന്നുണ്ട്. നിന്റെ ലൈഫിന് അതിനൊരു സേഫ്റ്റി ഇല്ല, അവരും കൂടെ വന്നു കഴിഞ്ഞാൽ റിസ്ക് ആണ്. എന്നാൽ അവളെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ പറ്റില്ല എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ അവരെല്ലാവരും ചേർന്നിട്ട് തായ്ലൻഡിലേക്ക് പോകുന്നു. തായ്ലാന്റിലെത്തി ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ഗാന്ധി ഫാമിലിയുമൊത്ത് ടൈം സ്പെൻഡ് ചെയ്യുന്നു. രാത്രിയായി കഴിയുമ്പോൾ തന്റെ മിഷന് വേണ്ടി ഇറങ്ങി തിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവർ ടാക്സിയിൽ പോവുകയായിരുന്നു. ആ സമയത്ത് അവരുടെ ടാക്സിക്ക് നേരെ ഒരു അറ്റാക്ക് ഉണ്ടാകുന്നു. അവരുടെ ഡ്രൈവറെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഗാന്ധി അവിടെ നിന്നും കാർ എടുത്തുകൊണ്ട് രക്ഷപ്പെടുന്നു. അവരുടെ കാറിന് നേരെ ആ ഗ്യാങ് ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. അനു ശരിക്കും പേടിച്ചുപോയി. ഒരിടത്ത് ചെല്ലുമ്പോൾ അവരുടെ കാറിന്റെ പെട്രോൾ തീരുന്നു. ഗാന്ധി ജീവനെയും അനുവിനെയും കൂട്ടി ഒരു സ്ഥലത്തേക്ക് കയറി പോകുന്നു. അവിടെ വെച്ച് തന്നെ ആക്രമിക്കാൻ വന്നവരെ എല്ലാം തന്നെ ഗാന്ധി അടിച്ചു വീഴ്ത്തുന്നു. അനുവിന് അപ്പോഴേക്കും ഡെലിവറി പെയിൻ തുടങ്ങിയിരുന്നു. പെട്ടെന്ന് തന്നെ ഗാന്ധി അനുവിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. എന്നാൽ പോകുന്ന വഴിക്ക് അനു അവനോട് ചോദിക്കുന്നുണ്ട് നീ ശരിക്കും സാഡ്സിലാണോ എന്ന്. ആണ് എന്നാണ് അവൻ പറയുന്നത്. അവന്റെ ജോലിയെ കുറിച്ചുള്ള സത്യം തന്നോട് ഇതുവരെയും തുറന്നു പറയാത്തതിൽ അനു
അനുവിന് ശരിക്കും അവനോട് ദേഷ്യം തോന്നി. ആ സമയത്ത് ഒരു നേഴ്സ് വന്ന് ഗാന്ധിയെ ഫോംസിൽ ഒപ്പിടാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നു. ജീവനെയും കൂട്ടി ഗാന്ധി പോകാൻ നേരത്ത് ജീവൻ പറയുന്നുണ്ട് തനിക്ക് കാല് വേദനിക്കുന്നുവെന്ന്. അങ്ങനെ അവനെ ആ ചെയറിലിരുത്തിയ ശേഷം ഗാന്ധി എവിടേക്ക് പോകുന്നു. തിരിച്ചു വരുമ്പോൾ ജീവൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ ആ ഹോസ്പിറ്റൽ മുഴുവൻ അന്വേഷിച്ചിട്ടും ജീവനെ എവിടെയും കാണാൻ കഴിഞ്ഞില്ല. ആകെ ടെൻഷനിലായ ഗാന്ധി ആകട്ടെ CCTV പരിശോധിക്കുമ്പോൾ ഒരു ലേഡി വന്ന് ജീവനെ കൂട്ടിക്കൊണ്ടു പോകുന്നതാണ് കാണിക്കുന്നത്. അതിൽ നിന്നും അവർ സഞ്ചരിച്ച വാന്റെ നമ്പർ അവർ നോട്ട് ചെയ്തെടുക്കുന്നു. കൂടുതൽ അന്വേഷിക്കുമ്പോഴാണ് ആ വാൻ ഒരു ആക്സിഡന്റിൽ പെട്ടുവെന്നും അതിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ മരിച്ചു എന്ന് അവർ അറിയുന്നത്. അവിടേക്ക് പോയ ഗാന്ധി ആകെ തകർന്നു പോകുന്നു. ആ വാനിനുള്ളിൽ നിന്നും എല്ലാവരുടെയും മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലാണ് കിട്ടുന്നത്. അതിൽ തന്റെ മകൻ ജീവനും ഉണ്ടായിരുന്നു. അവൻ എപ്പോഴും തന്റെ കയ്യിൽ കൊണ്ടു നടക്കുന്ന സ്പൈഡർമാന്റെ ടോയും അവന്റെ ബാഗും കണ്ടപ്പോൾ ഗാന്ധി ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് അത് തന്റെ മകനാണെന്ന്. തകർന്നു പോയ ഗാന്ധി ആകട്ടെ തിരിച്ച് അനുവിന്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും അവർക്കൊരു പെൺകുഞ്ഞ് ജനിച്ചിട്ടുണ്ടായിരുന്നു. ജീവൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ നടന്ന കാര്യങ്ങൾ പറയുന്നു. തന്റെ മകൻ നഷ്ടപ്പെട്ടതറിഞ്ഞ് ഏറ്റവും കൂടുതൽ ദേഷ്യം അവൾക്ക് തോന്നുന്നത് ഗാന്ധിയോടാണ്. പിന്നീട് കാണിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയാണ്. അനുവും ഗാന്ധിയും ചെന്നൈയിൽ തന്നെ 2 വീടുകളിലായിട്ടാണ് താമസിക്കുന്നത്. ജീവനെ നഷ്ടപ്പെട്ട ശേഷം അനു ഗാന്ധിയോട് സംസാരിച്ചിട്ടില്ല. അവരുടെ മകൾ ജീവിക വളർന്ന് വലുതായിരിക്കുന്നു. അവന്റെ സഹോദരൻ സീനു ആകട്ടെ ഇടയ്ക്ക് ട്രാഫിക് പോലീസിന്റെ കയ്യിൽ പെടുമ്പോഴൊക്കെ ഗാന്ധിയെ വിളിച്ചിട്ടാണ് ഹെൽപ്പ് ചോദിക്കുന്നത്. അനുവും ഗാന്ധിയും തമ്മിൽ പരസ്പരം മിണ്ടില്ലെങ്കിലും ജീവികയെ എന്നും സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത് ഗാന്ധിയായിരുന്നു. ആ ഒരു പെർമിഷൻ അനു അയാൾക്ക് കൊടുത്തിട്ടുണ്ട്. പോകുന്ന വഴിക്ക് അവർ സംസാരിക്കുന്നുണ്ട് അന്ന് വൈകുന്നേരം സുനിലിന്റെ മകൾ ശ്രീനിധിയുടെ ബർത്ത്ഡേ പാർട്ടിയാണെന്ന്. ജീവന്റെ മരണശേഷം സാറ്റ്സിലെ ജോലിയെല്ലാം രാജിവെച്ചിട്ട് ഗാന്ധി ആകട്ടെ എംബസിയിലാണ് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബർത്ത്ഡേ പാർട്ടിക്ക് പോകുമ്പോൾ അവരുടെ ടീമിലെ എല്ലാ അംഗങ്ങളും അവിടെ തന്നെ ഉണ്ടായിരുന്നു. നിനക്ക് തിരിച്ച് സാറ്റ്സിലേക്ക് വന്നൂടെ എന്ന് നസീർ സാർ അവനോട് ചോദിക്കുന്നു. എന്നാൽ താൻ ഈ റിസ്ക്കുള്ള പണി ഉപേക്ഷിച്ചത് കൊണ്ട് മാത്രമാണ് ജീവികയെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള അനുവാദമെങ്കിലും അനു തനിക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് താൻ തിരിച്ചു വരുന്നില്ല എന്ന് തന്നെ ഗാന്ധി പറയുന്നു. എന്നാൽ നസീർ ഗാന്ധിയോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നു. എംബസിയിലുള്ള ഒരു ഓഫീസർക്ക് ട്രെയിനിങ് കൊടുക്കാനാണ്. മോസ്കോയിലേക്ക് നീ അത്യാവശ്യമായിട്ടൊന്ന് പോകണം. ഇവിടെ ചെയ്യുന്ന ജോലി തന്നെയാണ് നിനക്ക് അവിടെയും ചെയ്യേണ്ടത്. നസീറിന്റെ നിർബന്ധം കാരണം ഗാന്ധിക്ക് അത് സമ്മതിക്കേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ ഗാന്ധി അവിടെ എത്തിച്ചേരുമ്പോഴാകട്ടെ അവിടെ സ്ഥിരമായിട്ടൊരു ലോക്കൽ ഗ്യാങ് പ്രശ്നമുണ്ടാക്കുന്നതിനെ പറ്റി അറിയുന്നുണ്ട്. അതിൽ പ്രശ്നക്കാരായ ആൾക്കാരുടെ ലിസ്റ്റെല്ലാം തന്നെ തയ്യാറാക്കി വെക്കുന്നുണ്ട് അവർ. പിന്നെ ഗാന്ധി അവിടെ ഉള്ള സമയത്ത് തന്നെയാണ് ആ ഗ്യാങ്ങിൽപ്പെട്ട കുറച്ചു പേർ അവിടെ ആക്രമിക്കാൻ വേണ്ടി വരുന്നത്. അതിലൊരു ചെറിയ പയ്യനുമായിട്ട് ഗാന്ധി ഫൈറ്റ് ചെയ്യുന്നു. എന്നാൽ അവന്റെ മാസ്ക് മാറ്റി കഴിയുമ്പോഴാണ് ഗാന്ധി ഞെട്ടിപ്പോകുന്നത്. തന്റെ അതേ ഫേസ് കട്ട് തന്നെയായിരുന്നു അവനുണ്ടായിരുന്നത്. തന്റെ മകൻ ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇതേ രൂപമായിരിക്കും. ആ പയ്യനും ഗാന്ധിയെ കണ്ട് ഷോക്കായിട്ട് തന്നെ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് അവന്റെ ഗ്യാങ്ങിലുള്ള ആൾക്കാർ വന്നിട്ട് അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഷോക്കിലിരുന്ന കാരണം ഗാന്ധി ആകട്ടെ ആര് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അത് കാരണം സുനിൽ പെട്ടെന്ന് തന്നെ ഗാന്ധിയുടെ അടുത്തേക്ക് വരുന്നു. ഗാന്ധി പറയുന്നുണ്ട് അത് തന്റെ മകനാണ് എന്ന് തോന്നുന്നെന്ന്. എന്നാൽ അവൻ മരിച്ചു എന്ന് തന്നെയാണ് സുനിൽ പറയുന്നത്. അന്ന് വൈകുന്നേരം ജോലി ആവശ്യവുമായിട്ട് ഗാന്ധി പുറത്തേക്കിറങ്ങിയ സമയത്ത് ആ പയ്യനാകട്ടെ അവനെ തന്നെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അവർ പരസ്പരം ഒരു ബ്രിഡ്ജിൽ വെച്ച് കാണുമ്പോൾ ആ പയ്യൻ വന്ന് അവനോട് ചോദിക്കുന്നു നിങ്ങൾ എന്റെ അച്ഛനല്ലേ എന്ന്. ഇത് കേട്ടതും ഗാന്ധി ഞെട്ടിപ്പോയി. അത് അയാളുടെ മകൻ ജീവൻ തന്നെയായിരുന്നു. നീ ആക്സിഡന്റിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ ഏതൊക്കെ രീതിയിൽ നിന്നെ രക്ഷിക്കാമായിരുന്നു എന്ന് ഞാൻ പലതവണ ആലോചിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു തവണ പോലും നീ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിക്കാതെ അന്വേഷിക്കാതെ ഇരുന്നതിന് ഗാന്ധി അവനോട് ഒരുപാട് മാപ്പ് പറയുന്നു. നിനക്കെന്നെ ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നില്ല എന്ന് ഗാന്ധി ചോദിക്കുന്നുണ്ട്. എന്നാൽ ജീവൻ പറയുന്നുണ്ട് എനിക്ക് ഫാമിലിയെ പറ്റിയോ നാടിനെ പറ്റിയോ ഒന്നും അധികം മെമ്മറീസ് ഇല്ല. സ്വപ്നത്തിൽ മാത്രമേ നിങ്ങളുടെ മുഖം കണ്ടിട്ടുള്ളൂ. അത് പെട്ടെന്ന് ഇന്നലെ നേരിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നത്. എന്നാൽ നമുക്ക് ഇപ്പൊ തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് ഗാന്ധി പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും പറ്റില്ല. ഈ ഗ്യാങ്ങിലുള്ളവർ വളരെയധികം ഡേഞ്ചറാണ്. നിങ്ങളെ അവർ ലക്ഷ്യമിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജീവൻ ആപത്താണെന്നും അച്ഛൻ എത്രയും പെട്ടെന്ന് എവിടെ നിന്നും പോകണമെന്നുമാണ് ജീവൻ പറയുന്നത്. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അവിടെ അവരെ ആക്രമിക്കാൻ കുറച്ചു പേര് വന്നിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നു. ഒരു കാരണവശാൽ ഇവിടെ നിൽക്കണ്ട എന്നും നാട്ടിലേക്ക് തന്നെ പോകാമെന്നും പറഞ്ഞിട്ട് ഗാന്ധി ജീവനെയും കൂട്ടി നാട്ടിലേക്ക് പോകുന്നുണ്ട്. അനുവിന്റെ മുൻപിലേക്ക് ജീവൻ പെട്ടെന്ന് ചെന്നതും അനു ആകെ ഷോക്കിലായിരുന്നു. ശരിക്കും ആർക്കും ഇതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പിന്നീടുള്ള കാര്യങ്ങളെല്ലാം ഒരു സോങ്ങിലൂടെയാണ് നമ്മളെ കാണിക്കുന്നത്. അവരെല്ലാവരും പരസ്പരം പെട്ടെന്ന് ക്ലോസ് ആവുകയും ഒരുപാട് ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. തന്റെ പഴയ കൂട്ടുകാരിയായിരുന്ന ശ്രീനിധിയുമായിട്ടും അവൻ സംസാരിക്കുന്നു. അവർക്കിടയിൽ പതിയെ പതിയെ ഒരു പ്രണയവും ഉണ്ടാകുന്നു. ജീവൻ തിരിച്ചു വന്നതോടുകൂടി ഗാന്ധിയുടെയും അനുവിന്റെ ഇടയിലെ പ്രശ്നങ്ങളും തീർന്നു. അവർ ഒരുമിച്ച് ഒരു വീട്ടിലേക്ക് താമസവും മാറി. ഇതെല്ലാം കാരണം ഒരുപാട് ഹാപ്പി ആയിരുന്നു ഗാന്ധി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഗാന്ധി നസീർ വിളിച്ചിട്ട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് നിന്നെ കാണണമെന്ന്. നമ്മൾ സ്ഥിരമായിട്ട് കാണാറുള്ള ഹോട്ടലിലേക്ക് വന്നാൽ മതി എന്ന് പറയുന്നു. എന്നാൽ പോകുന്ന വഴിയിൽ നസീറിനെ ബൈക്കിൽ വന്ന ആരോ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അയാൾ കാറിൽ നിന്നും ഇറങ്ങി ഓടി അവിടെ ഉണ്ടായിരുന്ന മെട്രോ സ്റ്റേഷനിലേക്ക് കയറുകയാണ്. ആ ഹെൽമെറ്റ് ധരിച്ച ആള് നസീറിനെ പിന്തുടർന്ന് അവിടെ എത്തിയിരുന്നു. താൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ നസീർ ഗാന്ധിയെ തിരിച്ചു വിളിക്കുന്നുണ്ട്. എന്നാൽ ഗാന്ധിയോട് എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ നസീറിന്റെ കയ്യിൽ നിന്നും ഫോൺ താഴെ പോകുന്നു. നസീർ എന്തോ അപകടത്തിലാണെന്നും അവിടുത്തെ അനൗൺസ്മെന്റിൽ നിന്നും അയാൾ മെട്രോ സ്റ്റേഷനിലാണെന്നും ഗാന്ധി മനസ്സിലാക്കുന്നുണ്ട്. ഹെൽമെറ്റ് ധരിച്ച ആള് മെട്രോയ്ക്കുള്ളിലേക്ക് കയറിയിരുന്നു. കറക്റ്റ് സമയത്ത് തന്നെ ഗാന്ധിയും അവിടേക്ക് വരുന്നു. ഗാന്ധിയും ആ ഹെൽമെറ്റുധാരിയും തമ്മിൽ പിന്നെ വലിയ ഫൈറ്റ് ആണ് നടക്കുന്നത്. എന്നാൽ അതിനിടെ അയാളാകട്ടെ നസീറിനെ കത്തികൊണ്ട് കുത്തുകയും ചെയ്യുന്നു. ഗാന്ധി ആ ഹെൽമെറ്റുധാരിയുടെ മുഖം കാണാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അയാളാകട്ടെ കുറച്ചു ദൂരം ഓടിയ ശേഷം തന്റെ ഹെൽമെറ്റും ജാക്കറ്റും എല്ലാം മാറ്റി അവിടെ ക്രിക്കറ്റ് കാണാൻ വന്ന ആൾക്കാരുടെ കൂടെ കൂടുന്നു. ഇവിടെയാണ് ഈ
മൂവിയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. നസീറിനെ കൊല്ലാൻ വന്നത് ഗാന്ധിയുടെ മകൻ ജീവൻ തന്നെയാണ്. നസീറിന്റെ ജീവൻ രക്ഷിക്കാനായില്ല, അയാൾ മരണമടയുന്നു. മരണ വീട്ടിലേക്ക് ഒന്നും അറിയാത്ത പോലെ ജീവനും വരുന്നുണ്ട്. ഗാന്ധിയും ഗ്യാങ്ങും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ ജീവൻ തന്റെ ചെവിയിൽ വെച്ചിരിക്കുന്ന ഹെഡ്സെറ്റിലൂടെ കേൾക്കുന്നുണ്ട്. നസീർ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് തന്റെ ഒഫീഷ്യൽ കമ്പ്യൂട്ടറിൽ നിന്നും എന്തോ ഒരു ഡേറ്റ തന്റെ ഫോണിലേക്ക് പകർത്തിയിട്ടുണ്ടായിരുന്നു. എന്തോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഗാന്ധിയോട് പറയാനാണ് നസീർ വന്നത് തന്നെ. നസീറിന്റെ ഫോൺ കിട്ടിയോ എന്ന് അവർ പരസ്പരം ചോദിക്കുന്നുണ്ട്. എന്നാൽ ഫോൺ സ്വിച്ച് ഓഫിലാണെന്നും ഇതുവരെയും ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നുമാണ് അവർ പറയുന്നത്. നസീറിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരനായ ആളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തിരിച്ച് സാറ്റ്സിലേക്ക് കയറുകയാണെന്ന് ഗാന്ധി പറയുന്നു. എല്ലാം തന്നെ ജീവൻ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഗാന്ധി തിരിച്ച് ജോലിക്ക് കയറി. നസീറിന്റെ കയ്യിൽ നിന്നും പോയ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ജീവനാകട്ടെ തന്റെ കൂട്ടാളിയായ ഷായോട് പറഞ്ഞിരുന്നു. എന്നാൽ ഷായുടെ കയ്യിൽ നിന്ന് ആ ഫോൺ ആരോ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. എത്രയും പെട്ടെന്ന് അത് കണ്ടെത്തുമെന്ന് ഷാ ജീവൻ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. നസീറിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അയാൾ കഴിഞ്ഞ മാസവും ഹോട്ടലിൽ വന്ന് താമസിച്ചിരുന്നുവെന്നും ആരെയോ കാണാനാണ് വന്നതെന്നും അവർക്ക് മനസ്സിലായി. എന്നാൽ ഇത് ഫാമിലിയോ സാറ്റ്സിലെ ടീം അംഗങ്ങളെയോ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ജീവൻ ഷായോട് പറയുന്നുണ്ട് ആ ഫോൺ ഒരു കാരണവശാലും ഗാന്ധിയുടെ കയ്യിൽ കിട്ടാൻ പാടില്ല എന്ന്. അപ്പോൾ പെട്ടെന്ന് ജീവന്റെ ഫോണിലേക്ക് ഡാഡ് എന്ന് പറഞ്ഞിട്ടൊരു കോള് വരുന്നുണ്ട്. ഇവിടെയാണ് ഈ മൂവിയുടെ രണ്ടാമത്തെ ട്വിസ്റ്റ്. മൂവിയുടെ തുടക്കത്തിൽ മരിച്ചുപോയി എന്ന് എല്ലാവരും കരുതിയ മേനോനാണ് ഇവിടെ ജീവന്റെ അച്ഛനായിട്ട് സംസാരിക്കുന്നത്. അയാൾ ജീവനെ സഞ്ജയ് എന്നാണ് വിളിക്കുന്നത്. ഇനിയാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. തുടക്കത്തിൽ അവരാ ട്രെയിൻ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് മേനോന്റെ കുടുംബവും അവിടെ ഉണ്ടായിരുന്നു. അയാളുടെ വൈഫും 2 മക്കളും. അയാളുടെ മകന്റെ പേരായിരുന്നു സഞ്ജയ്. ഇതൊന്നും അറിയാതെയാണ് സാറ്റ്സിന്റെ ടീം ആ ട്രെയിൻ അറ്റാക്ക് ചെയ്യുന്നതും ആ അപകടത്തിൽ ഇയാളുടെ ഫാമിലി മുഴുവൻ മരിച്ചു പോകുന്നതും. മേനോൻ പരിക്കുകളോടെ രക്ഷപ്പെട്ടിരുന്നു. അയാളുടെ ഉള്ളിലുണ്ടായിരുന്ന പക തീർക്കാൻ വേണ്ടിയാണ് അയാൾ ഗാന്ധിയുടെ മകൻ ജീവനെ തായ്ലാന്റിൽ വെച്ച് തട്ടിക്കൊണ്ടു പോകുന്നത്. അന്ന് ആക്സിഡന്റിൽ മരിച്ചത് ജീവനല്ലായിരുന്നു. എന്റെ അച്ഛനെയും അമ്മയും ഫാമിലി എല്ലാം തന്നെ ജീവൻ മറക്കാൻ വേണ്ടി അയാൾ കുട്ടികളെ ക്രൂരമായി ഉപദ്രവിക്കുന്ന കുറച്ച് ആൾക്കാരുടെ അടുത്ത് ജീവനെ കൊണ്ടുവിടുന്നു. അവർ കുട്ടികളുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കുകയും അവരെ കൊണ്ട് പിച്ചയെടുപ്പിക്കുകയും ചെയ്തു. അത് കാരണം ജീവന്റെ മനസ്സിൽ നിന്ന് തന്റെ ഫാമിലിയെ കുറിച്ചുള്ള ഓർമ്മകളെല്ലാം പോയി. അവൻ എപ്പോഴും മനസ്സിൽ പേടി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ദിവസങ്ങൾ നീണ്ട ടോർച്ചറുകൾക്കൊടുകിൽ ജീവൻ എല്ലാം തന്നെ മറന്നുപോയിരുന്നു. അവൻ മാനസികമായിട്ട് ആകെ തകർന്നു. ആ സമയത്ത് രക്ഷകനായി അവന്റെ മുൻപിലേക്ക് വരുന്നത് ഈ മേനോനാണ്. അയാൾ ജീവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ശുശ്രൂഷിക്കുകയും അവനെ തന്റെ ഫാമിലി ആയിട്ട് കാണുകയും ചെയ്യുന്നു. ജീവനും പതിയെ പതിയെ അയാളെ അച്ഛനെന്ന് വിളിക്കാൻ തുടങ്ങി. തങ്ങളുടെ ഫാമിലിയുടെ മരണത്തിന് കാരണക്കാരനായ ആളെ കണ്ടുപിടിക്കുകയും കൊല്ലുകയും വേണമെന്ന് ഇടയ്ക്കിടയ്ക്ക് ജീവനോട് അയാൾ പറയുമായിരുന്നു. ജീവന് മേനോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം ഇഷ്ടമായിരുന്നു. ആ സമയത്താണ് ജീവൻ കാണുന്നത് മേനോൻ സ്വയം ഷൂട്ട് ചെയ്ത് മരിക്കാൻ പോകുന്നത്. അവൻ കാരണം അന്വേഷിക്കുമ്പോൾ ജീവനോട് അയാൾ പറയുന്നുണ്ട്, ഞാൻ ഇത്രയും കാലം ആരെ കൊല്ലണമെന്ന് ആഗ്രഹിച്ചോ അയാളെ ഇനി കൊല്ലാൻ എനിക്ക് സാധിക്കില്ല എന്ന്. കാരണം നമ്മുടെ ഫാമിലിയുടെ മരണത്തിനെല്ലാം കാരണക്കാരനായ ആ വ്യക്തി നിന്റെ യഥാർത്ഥ അച്ഛനാണ്, നിന്റെ ബയോളജിക്കൽ ഫാദർ. എന്നാൽ ജീവന് അതിലൊരു സഹതാപവും തോന്നിയില്ല. അതുകൊണ്ട് ഇപ്പൊ എന്താണെന്നും നമ്മുടെ ഫാമിലിയുടെ മരണത്തിന് കാരണക്കാരനായ അയാൾ എന്റെ അച്ഛനാണെങ്കിൽ പോലും അയാളെ ഞാൻ തന്നെ കൊല്ലുമെന്നാണ് ജീവൻ പറയുന്നത്. ആ വ്യക്തിയെക്കുറിച്ച് അത്രയധികം വിദ്വേഷം ജീവന്റെ മനസ്സിൽ മേനോൻ നിറച്ചിട്ടുണ്ടായിരുന്നു. സ്വന്തം അച്ഛനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ജീവൻ ഗാന്ധിയെ കൊല്ലണമെന്നായിരുന്നു മേനോന്റെ ആഗ്രഹം. അങ്ങനെയിരിക്കെ പിറ്റേന്ന് അജയും ഗാന്ധിയും ജീവനും എല്ലാവരും ഇരുന്ന് ടേബിളിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗാന്ധിക്ക് ഒരു കോള് വരുന്നുണ്ട്. നസീറിന്റെ ഫോൺ ഓൺ ആയി എന്നുള്ള വിവരമായിരുന്നു അത്. ഗാന്ധി ഇത് സംസാരിക്കുന്ന കേട്ടിട്ട് ജീവനും ആകെ ടെൻഷനിലാകുന്നു. ആ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ കുറിച്ചുള്ള സത്യം ഗാന്ധി മനസ്സിലാക്കും. മെട്രോ സ്റ്റേഷനിൽ വെച്ചിട്ട് നസീറിന്റെ ഫോൺ ഷായുടെ കയ്യിൽ നിന്ന് അടിച്ചുമാറ്റിക്കൊണ്ട് പോയത് ഒരു കള്ളനായിരുന്നു. ഗാന്ധി നസീറിന്റെ ആ ഫോണിലേക്ക് വിളിച്ചിട്ട് ആ ഫോൺ ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ കള്ളൻ ആവശ്യപ്പെടുന്നത് 50,000 രൂപയായിരുന്നു. ഗാന്ധി പറയുന്നുണ്ട്, ആ ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വേറൊരു ഗ്യാങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവന് തന്നെ അപകടമാണെന്ന്. ഇത് കേട്ടപ്പോ അയാൾ ഗാന്ധിക്ക് ആ ഫോൺ കൊടുക്കാമെന്ന് സമ്മതിക്കുന്നു. വരേണ്ട സ്ഥലവും പറയുന്നുണ്ട്. എന്നിട്ട് ഗാന്ധി അജയ് അവിടേക്ക് പോകുന്നു. ഈ സമയം ജീവനും അതേ നമ്പറിലേക്ക് തന്നെ വിളിച്ചിട്ട് ആ കള്ളനോട് പറയുന്നുണ്ട്, ആ ഫോൺ എനിക്ക് തരണമെന്ന്. ഗാന്ധി തരാമെന്ന് പറഞ്ഞതിൽ കൂടുതൽ ക്യാഷ് ഞാൻ തരാമെന്നും പറയുന്നു. കള്ളൻ ജീവനുമായിട്ട് ഡീൽ ഉറപ്പിക്കുന്നുണ്ട്. ഗാന്ധി വീണ്ടും ആ കള്ളനെ വിളിക്കുമ്പോൾ കള്ളൻ പറയുന്നുണ്ട്, നിങ്ങൾ തരാമെന്ന് പറഞ്ഞതിൽ കൂടുതൽ ക്യാഷ് എനിക്ക് കിട്ടാൻ പോവുകയാണെന്ന്. അതുകൊണ്ട് ഫോൺ ഞാൻ അയാൾക്ക് കൊടുക്കുകയാണെന്ന്. നസീറിനെ കൊല്ലാൻ ശ്രമിച്ച ആള് തന്നെയാണ് ഈ കള്ളനെ വിളിച്ചിരിക്കുന്നതെന്ന് ഗാന്ധിക്ക് മനസ്സിലായി. എന്നാൽ ഗാന്ധിയെ കള്ളനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, ഞങ്ങൾ പോലീസാണെന്നും അത് വേറെ ഗ്യാങ് ആണെന്നും. നിങ്ങളെയും അവർ കൊല്ലും. ആ ഫോണിന്റെ ഉടമയെ ഓൾറെഡി അവർ കൊന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സേഫ് ആയിട്ട് അടുത്തുള്ള ഹോട്ടലിലേക്ക് കയറാനാണ് ഗാന്ധി കള്ളനോട് പറയുന്നത്. അയാൾ അങ്ങനെ ഓടി ഹോട്ടലിലേക്ക് കയറുന്നു. എല്ലാം തന്നെ ഫോൺ വാങ്ങിക്കാൻ വന്ന ജീവനും കാണുന്നുണ്ട്. ജീവനും കള്ളന്റെ പുറകെ ഫോൺ വാങ്ങിക്കാൻ വേണ്ടി ഓടുന്നു. ഇപ്പൊ എല്ലാവരും ആ ഹോട്ടലിനുള്ളിലാണ് ഉള്ളത്. ജയ് കറക്റ്റ് സമയത്ത് തന്നെ ചെന്ന് കള്ളന്റെ കയ്യിൽ നിന്നും ആ ഫോൺ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. എന്നാൽ പോകുന്ന വഴിക്ക് ജീവനാകട്ടെ അജയുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആ ഫോൺ മര്യാദയ്ക്ക് തരാൻ പറയുന്നു. ആ സമയത്താണ് അജയ്ക്ക് മനസ്സിലാകുന്നത് ഇതിന്റെ എല്ലാം പിന്നിൽ ജീവനാണെന്ന്. തന്റെ സത്യം മനസ്സിലാക്കിയ അജയെ കൊന്നിട്ടാണ് ജീവൻ അവിടെ നിന്നും പോകുന്നത്. ഗാന്ധിയുടെ കണ്ണു വെട്ടിച്ച് ആ ഹോട്ടലിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ജീവനാകട്ടെ ശ്രീനിധി അവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. തന്റെ പിറകെ ഗാന്ധി ഓടി വരുന്ന കണ്ടിട്ട് അവൻ പെട്ടെന്ന് ശ്രീനിധിയെ കിസ് ചെയ്യുന്ന പോലെ നിൽക്കുന്നു. ഗാന്ധി വന്ന് നോക്കുമ്പോൾ അവർ ഒരുമിച്ച് നിൽക്കുന്ന കാരണം ജീവനെ അയാൾക്ക് സംശയവും തോന്നുന്നില്ല. ഫോൺ കയ്യിൽ കിട്ടിയതോടുകൂടി ജീവനും ഷായും ചേർന്നിട്ട് അതിലെ ഡേറ്റ് എല്ലാം അറേസ് ചെയ്തിട്ട് അത് കളയുകയും ചെയ്യുന്നുണ്ട്. അജയും കൂടെ അവരുടെ ഗ്യാങ്ങിൽ നിന്നും നഷ്ടപ്പെട്ടതോടുകൂടി ഗാന്ധി
ആകെ ദേഷ്യത്തിലായിരുന്നു. എത്രയും പെട്ടെന്ന് തങ്ങളുടെ ശത്രുവിനെ കണ്ടെത്താനുള്ള ശ്രമം അവർ തുടർന്നുകൊണ്ടേയിരുന്നു. ശരിക്കും ആരായിരിക്കുമെന്ന് അന്വേഷിക്കുമ്പോഴാണ് ഗാന്ധി ചിന്തിക്കുന്നത് ജീവൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയതെന്ന്. അതുകൊണ്ട് ജീവന്റെ കൂടെ റഷ്യയിലുണ്ടായിരുന്ന ഗ്യാങ്സ് ആയിരിക്കാം ഇതെന്ന് ഗാന്ധിക്ക് ഡൗട്ട് തോന്നുന്നു. അന്നേ ജീവൻ ഗാന്ധിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഗ്യാങ്സ് വളരെയധികം ഡേഞ്ചർ ആണെന്നും നിങ്ങളെയാണ് അവർ ലക്ഷ്യമിട്ടിരിക്കുന്നതെന്നും. ആ സമയത്ത് തന്നെ ഗാന്ധിക്ക് ഒരു കോള് വരുന്നുണ്ട്. റഷ്യയിലുള്ള ആ ഗ്യാങ്ങിലെ ആരെങ്കിലും ഇന്ത്യയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അറിയിക്കാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഗ്യാങ്ങിലുള്ള ഒരാള് വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച് കപ്പൽ മാർഗം ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് ഗാന്ധിക്ക് വിവരം ലഭിക്കുന്നു. അതേസമയം ജീവനാകട്ടെ ഷായോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കപ്പൽ വരേണ്ട നമ്മുടെ ആൾക്കാരെ പിക്ക് ചെയ്തോ എന്ന് ചോദിച്ചുകൊണ്ട്. കപ്പൽ വന്നു, പക്ഷെ ആൾക്കാരെ ആരും കാണുന്നില്ല എന്നാണ് ഷാ പറയുന്നത്. ആ സമയത്ത് തന്നെ ജീവിക വന്ന് ജീവന്റെ കയ്യിൽ ഫോൺ കൊടുക്കുന്നു. അച്ഛൻ നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ അറ്റൻഡ് ചെയ്തതും ഗാന്ധി അവനോട് പറയുന്നുണ്ട് നിന്റെ കൂടെ റഷ്യയിലുണ്ടായിരുന്ന ആ ഗ്യാങ്ങിലെ ആരോ കപ്പൽ മാർഗം ഇവിടേക്ക് വന്നിട്ടുണ്ടെന്ന്, അവനെ കണ്ടുപിടിക്കാനുള്ള ശ്രമം നടക്കുകയാണെന്ന്. ഇത് കേട്ടതും ജീവൻ ആകെ ടെൻഷനിലായി. കാരണം ആ ഗ്യാങ്ങിന്റെ കൂടെ മേനോനും ഉണ്ടായിരുന്നു. അത് ഇതുവരെ ഓഫീസേഴ്സിന് മനസ്സിലായിട്ടില്ല. ഗാന്ധി അവിടെ ചെല്ലുകയാണെങ്കിൽ മേനോനെ തിരിച്ചറിയും. അത് എത്രയും പെട്ടെന്ന് തടഞ്ഞു പറ്റൂ. അതിനുവേണ്ടി അവൻ ഒരു വഴി കണ്ടെത്തുന്നു. പുറത്തു പോകാൻ എന്ന് പറഞ്ഞിട്ട് ശ്രീനിധിയെ അവൻ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോവുകയാണ്. വോയിസ് മോഡുലേഷൻ ആപ്പിന്റെ സഹായത്തോടു കൂടി അവൻ ശ്രീനിധിയെ കിഡ്നാപ്പ് ചെയ്ത വിവരം സുനിലിനെ വീഡിയോ കോളിലൂടെ അറിയിക്കുന്നുണ്ട്. ഹാർബറിൽ അവർ പിടിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാരെ വിട്ടയച്ചില്ലെങ്കിൽ അവളെ കൊല്ലുമെന്നാണ് ഭീഷണിപ്പെടുത്തുന്നത്. സുനിൽ കല്യാണിനോട് പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവരെ വിട്ടയക്കാൻ ഫോൺ ചെയ്ത് പറയാൻ. എന്നാൽ ഗാന്ധി പറയുന്നു അങ്ങനെ വിട്ടയക്കാൻ പറഞ്ഞാലും ഇവൻ ശ്രീനിധിയെ വെറുതെ വിടുമെന്നുള്ളതിൽ നമുക്ക് ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് ആ ആൾക്കാർ നമ്മുടെ കൈവശം ഉള്ളിടത്തോളം കാലം ശ്രീനിധി സേഫ് ആയിരിക്കും. എന്നാൽ സുനിൽ ആ സമയത്ത് ഇതൊന്നും തന്നെ കേൾക്കാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. ഗാന്ധി ശ്രീനിധിയുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുറെ നേരമായിട്ടും ജീവന്റെ ആൾക്കാരായ അബ്ദുലിനെ കൂട്ടരെ ഹാർബറിൽ നിന്ന് വിടാത്ത കാരണം ജീവനാകട്ടെ ശ്രീനിധിയെ ഉപദ്രവിക്കുന്ന കുറച്ച് വീഡിയോസ് കൂടി സുനിലിന് അയച്ചു കൊടുക്കുന്നു. വേറെ വഴിയില്ലാതെ സുനിൽ കല്യാണിനോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് അവരെ വിട്ടയക്കാൻ പറയാൻ. കല്യാൺ പെട്ടെന്ന് തന്നെ ആ ഓഫീസറിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അബ്ദുലിനെ കൂട്ടരെയും വിട്ടേക്കാൻ. തന്റെ ആൾക്കാരെ വിട്ടയച്ചെങ്കിലും ജീവന്റെ സത്യം ശ്രീനിധി മനസ്സിലാക്കിയ കാരണം അവൻ ശ്രീനിധിയെ കൊല്ലാൻ തന്നെ തീരുമാനിക്കുകയാണ്. ഞാൻ ആരോട് ഈ സത്യങ്ങളൊന്നും പറയില്ല എന്ന് അവൾ പറഞ്ഞിട്ടും അവളുടെ കഴുത്തറക്കുകയാണ് അവൻ. എന്നിട്ട് ജീവൻ അവിടെ നിന്നും പോയി. ആ സമയത്തേക്ക് അവളുടെ ലൊക്കേഷൻ കണ്ടെത്തി മറ്റു 3 പേരും അവിടേക്ക് എത്തിയിരുന്നു. ശ്രീനിധിയെ ആദ്യം അന്വേഷിച്ച് കണ്ടെത്തുന്നത് കല്യാണായിരുന്നു. അവൾക്ക് അപ്പോഴും ചെറിയ ജീവനുണ്ട്. അവൾ ജീവന്റെ പേര് തുറന്നു പറയുന്നു. എന്നാൽ അപ്പോഴാണ് ഈ മൂവിയിലെ അടുത്ത ട്വിസ്റ്റ് അവിടെ നടക്കുന്നത്. കല്യാൺ അവളോട് പറയുന്നുണ്ട് നീ ആരോടും അവന്റെ പേര് പറയില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് എന്തിനാ പറഞ്ഞതെന്ന്. എന്നിട്ട് കല്യാൺ തന്നെ ശ്രീനിധിയെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ്. മേനോന്റെയും ജീവന്റെയും കൂടെ തന്നെയാണ് ഈ കല്യാണം ഉള്ളത്. മേനോൻ മരിച്ചു എന്നുള്ള കള്ള റിപ്പോർട്ട് ഉണ്ടാക്കി ബാക്കി എല്ലാവരെയും കാണിച്ചതും കല്യാൺ തന്നെയാണ്. ട്രെയിനിൽ മേനോനും ഫാമിലി ഉണ്ടായിരുന്നത് കല്യാണിന് നേരത്തെ അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ആ ഓപ്പറേഷൻ എങ്ങനെയെങ്കിലും ക്യാൻസൽ ചെയ്തേനെ. ഞാൻ അനുഭവിച്ചത് ഗാന്ധി അനുഭവിക്കണമെന്ന് മേനോൻ അതിയായി ആഗ്രഹിച്ചിരുന്നു. മേനോൻ മരിച്ചിട്ടില്ല എന്നും അയാളുടെ മരണ വാർത്ത ഫേക്ക് ആയിരുന്നു എന്നും. നസീറിന്റെ മരണാനന്തര ചടങ്ങ് നടക്കുന്ന സമയത്ത് ഇവരെല്ലാവരും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കാര്യങ്ങളെല്ലാം ജീവൻ തന്റെ ഹെഡ്ഫോണിലൂടെ കേൾക്കുന്നുണ്ടായിരുന്നല്ലോ. അതിനെല്ലാം തന്നെ കാരണം കല്യാണായിരുന്നു. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. ശ്രീനിധിയെ മരിച്ച നിലയിൽ അവർ കണ്ടെത്തുന്നു. സുനിൽ ആകെ തകർന്നു പോവുകയാണ്. അതിനിടെ ജീവന്റെ കൂട്ടുകാരനായ ഷായെ നമ്മുടെ ഫോൺ മോഷ്ടിച്ചുകൊണ്ട് പോയ കള്ളൻ കാണുന്നുണ്ട്. ഷായുടെ കയ്യിൽ നിന്നായിരുന്നല്ലോ അന്ന് നസീറിന്റെ ഫോൺ ഈ കള്ളൻ മോഷ്ടിച്ചത്. ഷായെ ഇവിടെ വെച്ച് കണ്ട വിവരം പെട്ടെന്ന് തന്നെ അവൻ ഗാന്ധിയെ വിളിച്ചു പറയുന്നു. തന്റെ വീട്ടിൽ നിന്നും പോയ തക്കം നോക്കി ഗാന്ധിയും കൂട്ടരും അവന്റെ വീട്ടിൽ വന്നിട്ട് അവിടെ എല്ലാം തന്നെ സെർച്ച് ചെയ്യുന്നു. അവനറിയാതെ അവിടെ കുറച്ച് ക്യാമറാസും വെക്കുന്നുണ്ട്. അവന്റെ ഓരോ നീക്കങ്ങളും അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിനിടെ ഹാർബറിൽ റിലീസ് ചെയ്ത ആൾക്കാരുടെ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യുമ്പോഴാകട്ടെ അതിൽ മേനോനെ ഗാന്ധി കാണുന്നുണ്ട്. ഇതിന്റെ എല്ലാം തന്നെ പിന്നിൽ മേനോൻ ആണെന്ന് ഗാന്ധി തിരിച്ചറിഞ്ഞു. ഷായുടെ വീട്ടിൽ വെച്ചിരുന്ന ക്യാമറയിലൂടെ പിറ്റേന്ന് 12:30 ഷാ തന്റെ ഒരു പാർട്ട്ണറെ കാണാൻ പോകുന്ന വിവരം ഗാന്ധി മനസ്സിലാക്കി. ഷായെ അവന്റെ കൂട്ടാളിയും കൈയോടെ പിടികൂടാൻ ഗാന്ധിയും കൂട്ടരും അവിടെ തന്നെ ഒളിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് അനു വിളിച്ചിട്ട് ഗാന്ധിയോട് പറയുന്നത് ജീവനെ വീട്ടിലെങ്ങും തന്നെ കാണുന്നില്ല എന്ന്. ആകെ ടെൻഷനായ ഗാന്ധി ആകട്ടെ ജീവനെ വിളിക്കുന്നുണ്ട്. എവിടെയാ നീ എന്ന് ചോദിക്കുന്നു. ജീവനാകട്ടെ ഗാന്ധിയുടെ ഫോൺ എടുത്ത് അറ്റൻഡ് ചെയ്ത് സംസാരിച്ചുകൊണ്ടാണ് ഷായുടെ അടുത്തേക്ക് വരുന്നത്. ഇതെല്ലാം തന്നെ മുകളിൽ നിന്ന് ഗാന്ധിയും കാണുന്നുണ്ട്. തന്റെ മകനും ഈ ഗ്യാങ്ങിലുണ്ടെന്നുള്ള സത്യം ആ നിമിഷം ഗാന്ധി മനസ്സിലാക്കി. എന്നാൽ അവിടെ പള്ളിയിൽ വാങ്ക വിളിക്കുകയും രണ്ടുപേരും അത് ഫോണിലൂടെ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്നും തന്റെ അച്ഛൻ തന്റെ സത്യം മനസ്സിലാക്കിയെന്ന് ജീവനും മനസ്സിലായി. രക്ഷപ്പെടാൻ ശ്രമിച്ച ജീവനെ അവർ കൈയോടെ പിടികൂടുന്നു. അവനെ കല്യാൺ ചോദ്യം ചെയ്യുകയായിരുന്നു. ആ സമയത്ത് താൻ ഗാന്ധിയോട് മാത്രമേ സംസാരിക്കുമെന്ന് ജീവൻ പറയുന്നു. ദേഷ്യമെന്ന ഗാന്ധി അവനോട് വന്നിട്ട് ചൂടാകുന്നുണ്ട്. എന്നാൽ ജീവൻ ആ സമയത്ത് ഒരു കളി കളിക്കുന്നു. ഗാന്ധി കൂടി പറഞ്ഞിട്ടാണ് താൻ ഇതെല്ലാം ചെയ്തതെന്നാണ് അവൻ പറയുന്നത്. ശ്രീനിധിയെ കൊല്ലാൻ പറഞ്ഞതും ഗാന്ധിയാണെന്നാണ് ജീവൻ പറയുന്നത്. എന്നാൽ സുനിൽ അതൊന്നും തന്നെ വിശ്വസിക്കുന്നില്ല. നിന്നേക്കാൾ മുമ്പേ കണ്ടു തുടങ്ങിയതാ ഞാൻ ഗാന്ധി ഒരിക്കലും ചെയ്യില്ല എന്നും ഇതെല്ലാം നിന്റെ പ്ലാനിംഗ് ആണെന്നും സുനിൽ പറയുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന നേരം നോക്കി ജീവനാകട്ടെ സുനിലിന്റെ കയ്യിൽ നിന്നും തോക്ക് തട്ടിപ്പറിച്ച് വാങ്ങി സുനിലിനെ തന്നെ ഷൂട്ട് ചെയ്യുന്നു. ദേഷ്യം സഹിക്കവയ്യാതെ ഗാന്ധി ആകട്ടെ അവനെ നിലത്തിട്ട് ചവിട്ടുന്നു. ആ സമയത്ത് തന്നെ ജീവൻ പറയുന്നുണ്ട് ഇപ്പോൾ ഒരു കോൾ വരും, അത് അറ്റൻഡ് ചെയ്യാൻ. ഗാന്ധി ആ കോൾ അറ്റൻഡ് ചെയ്തതും അനുവിനെ കുറിച്ച് ആൾക്കാരെ തട്ടിക്കൊണ്ടു പോകുന്നതാണ് കാണുന്നത്. തന്നെ ഇവിടുന്ന് സേഫ് ആയിട്ട് പുറത്തെത്തിച്ചില്ലെങ്കിൽ അനു മരിക്കുമെന്ന് കൂടി പറയുന്നു. ഇതോടെ വേറെ വഴിയില്ലാതെ ഗാന്ധി ജീവനെ സേഫ് ആയിട്ട് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. പോകുന്ന വഴിക്കെല്ലാം ജീവനെ ഗാന്ധി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ മേനോൻ നിന്റെ മനസ്സിൽ കുറെ വിഷങ്ങൾ കുത്തിവെച്ചിരിക്കുകയാണെന്ന്. എന്നാൽ ഇതൊന്നും തന്നെ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല ജീവൻ. ഞങ്ങളുടെ ഫാമിലിയെ കൊന്നത്
നീയാണ് എന്ന് തന്നെയാണ് ഗാന്ധിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗാന്ധി അനുവിനെ അവിടെ കെട്ടിയിട്ട് അവർ കുറെ ഉപദ്രവിക്കുന്നുണ്ട്. അവിടേക്ക് മേനോനും വരുന്നു. ഗാന്ധിക്കിട്ടൊരു 8ന്റെ പണി കൊടുക്കാനായിരുന്നു അവരുടെ തീരുമാനം. അവിടെ ആകട്ടെ CSK മുംബൈ തമ്മിലുള്ള മാച്ച് നടക്കുന്നുണ്ട്. സ്റ്റേഡിയത്തിൽ ബോംബ് വെക്കാനായിരുന്നു മേനോന്റെ പ്ലാനിങ്. സാറ്റ്സ് ഓഫീസറായ സുനിലിനെ കൊന്ന ശേഷം ഗാന്ധിയും മകനും ചേർന്നിട്ട് സ്റ്റേഡിയത്തിൽ ബോംബ് വെക്കുകയും ആൾക്കാരെയും കൊല്ലുകയും ചെയ്തതിന്റെ പേരിൽ രാജ്യദ്രോഹികളായിട്ട് മാറും. എന്നാൽ ഗാന്ധി പറയുന്നുണ്ട്, ആ ട്രെയിനിൽ നിന്റെ ഫാമിലി ഉണ്ടായിരുന്ന വിവരം എനിക്കും അറിയില്ലായിരുന്നു എന്ന്. ഇതൊന്നും കേൾക്കാൻ മേനോൻ കൂട്ടാക്കുന്നില്ല. കുറച്ചുനേരം മേനോനോട് സംസാരിച്ച ശേഷം പെട്ടെന്ന് ഗാന്ധിയുടെ ടോൺ മാറുന്നുണ്ട്. കാരണം മേനോന്റെ ഈ പ്ലാനിങ് എല്ലാം തന്നെ നേരത്തെ തന്നെ ഗാന്ധി മനസ്സിലാക്കിയിരുന്നു. നിന്നെ എന്റെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയ പ്ലാനിങ് തന്നെയാണ് ഇതെന്നാണ് ഗാന്ധി പറയുന്നത്. ഷായുടെ വീട് അവർ പരിശോധിച്ച സമയത്ത് തന്നെ അവര് ബോംബുണ്ടാക്കുന്ന പ്ലാനിങ്ങാണ് നടത്തുന്നതെന്ന് ഗാന്ധിക്കും ടീമിനും ഓൾറെഡി മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ എവിടെയാണ് ബോംബ് വെക്കാൻ പോകുന്നതെന്ന് ഗാന്ധിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ അത് മേനോന്റെ വായിൽ നിന്ന് തന്നെ വീണിരിക്കുന്നു. അതേസമയം മേനോന്റെ കുറച്ച് ആൾക്കാരാകട്ടെ സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന CCTV ക്യാമറകളെല്ലാം തന്നെ തങ്ങളുടെ കൺട്രോളിലാക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് പേരെ അവർ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഫുഡ് ഡെലിവറിയുമായിട്ട് വന്നതായിരുന്നു ഗാന്ധിയുടെ അളിയൻ സീനുവും ആ കൂട്ടത്തിൽ പെട്ടുപോകുന്നു. കുറച്ച് ടൈം കഴിയുമ്പോൾ മേനോനെ കാണാൻ വേണ്ടി പോയ കല്യാൺ കാണുന്നതാകട്ടെ സുനിലിനെ ആയിരുന്നു. നീ എങ്ങനെ ഇവിടെ വന്നു, നീ മരിച്ചില്ലേ എന്ന് കല്യാൺ ചോദിക്കുന്നുണ്ട്. മേനോൻ മാത്രമല്ല മരിച്ചിട്ട് തിരിച്ചു വന്നത്, ഞാനും അങ്ങനെ തന്നെയാണ് വന്നത്. കാരണം ഗാന്ധിയുടെ പ്ലാനിങ് ആയിരുന്നു അതെല്ലാം തന്നെ. ഫേക്ക് ബുള്ളറ്റ്സ് ആണ് അവർ ആ തോക്കിൽ നിറച്ചിരുന്നത്. കാരണം അന്ന് ശ്രീനിധിയെ കിഡ്നാപ്പ് ചെയ്ത സമയത്ത് ഹാർബറിൽ പിടിച്ച ആൾക്കാരെ വിട്ടയക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഹാർബറിൽ പിടിച്ച ആളുടെ പേര് അബ്ദുൾ എന്നാണെന്ന് ആ ഓഫീസർ ഗാന്ധിയോട് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. സുനിലിന്റെ ആവശ്യപ്രകാരം കല്യാണാകട്ടെ ഓഫീസറിനെ വിളിക്കുമ്പോൾ അബ്ദുളിനെയും ടീമിനെയും പെട്ടെന്ന് വിടാനാണ് പറയുന്നത്. എനിക്ക് ആ ഓഫീസറിന് മാത്രം അറിയാവുന്ന പേര് കല്യാണിന് എങ്ങനെ അന്നേരം മനസ്സിലായി എന്ന് ഗാന്ധിക്ക് അപ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നു. അത് സുനിലിനോടും ഗാന്ധി പറഞ്ഞിരുന്നു. കാരണം ശ്രീനിധിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാകട്ടെ അവളുടെ രക്തസ്രാവം ഉണ്ടായിരിക്കുന്നത് കഴുത്തിലുണ്ടായിരുന്ന മുറിവിൽ നിന്നാണ്. എന്നാൽ മരിച്ചത് ശ്വാസം മുട്ടിയാണ്. തങ്ങളെക്കാൾ മുൻപേ കല്യാണാണ് ശ്രീനിധിയെ കണ്ടെത്തിയത്. അതുകൊണ്ട് അവളുടെ മരണത്തിനും കാരണം കല്യാൺ തന്നെയാണെന്നുള്ള സത്യം ഗാന്ധി മനസ്സിലാക്കിയിരുന്നു. തന്റെ മകളെ കൊന്നതിന് തിരിച്ച് പകരം വീട്ടാൻ കൂടിയാണ് സുനിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. സ്റ്റേഡിയത്തിൽ വെച്ചിരിക്കുന്ന ബോംബ് പൊട്ടിക്കാനുള്ള റിമോട്ട് ആകട്ടെ അതേസമയം ജീവന്റെ കയ്യിലായിരുന്നു. സ്റ്റേഡിയത്തിന്റെ ലെഫ്റ്റ് സൈഡിലാണ് അവർ ബോംബ് വെച്ചിരിക്കുന്നത്. അവിടെ എക്സ്പ്ലോഷൻ നടക്കുന്ന സമയത്ത് തന്നെ ബാക്കി എല്ലാ ആൾക്കാരും റൈറ്റ് സൈഡിലൂടെ പോകാൻ ശ്രമിക്കും. ആ സമയത്ത് അവരുടെ കൂടെ നമുക്ക് ഇറങ്ങി പുറത്തേക്ക് പോകാമെന്നായിരുന്നു ജീവന്റെയും ഗ്യാങ്ങിന്റെയും പ്ലാൻ. എന്നാൽ കറക്റ്റ് സമയത്ത് ഗാന്ധി ആകട്ടെ മേനോനെയും കൊണ്ട് അവിടേക്ക് വരുന്നു. സ്റ്റേഡിയത്തിൽ ആ ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ മേനോനെയും കൊല്ലുമെന്നാണ് ഗാന്ധി ഭീഷണിപ്പെടുത്തുന്നത്. അങ്ങനെ ജീവനും ഗാന്ധിയും തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ജീവൻ അറിയാതെ അവിടെ ഉണ്ടായിരുന്ന ആ റിമോട്ട് എടുത്തുകൊണ്ട് ഗാന്ധിയുടെ അളിയൻ സീനു അവിടെ നിന്ന് കടന്നു കളഞ്ഞിരുന്നു. ഗാന്ധി ആകട്ടെ മേനോനെ അവിടെ ഉണ്ടായിരുന്ന ബാത്റൂമിൽ പൂട്ടിയിട്ട ശേഷം ജീവന്റെ പിറകെ പോകുന്നു. ഇനി സ്റ്റേഡിയത്തിന്റെ ഉള്ളിലേക്ക് കടന്നതും അവിടെ വെച്ച് ഗാന്ധിയുടെ മകളെ കാണുന്നുണ്ട്. ജീവികയുടെ കയ്യിൽ ആ റിമോട്ട് കൊടുത്തിട്ട് ഗാന്ധിയുടെ കയ്യിൽ ഇത് കൊടുക്കാൻ സീനു പറയുന്നു. ജീവിക ആ റിമോട്ടും കൊണ്ട് ഗാന്ധിയെ തേടി പോവുകയാണ്. എല്ലാവരും പരസ്പരം ഫോളോ ചെയ്ത് സ്റ്റേഡിയത്തിന്റെ മുകളിലാണ് എത്തിച്ചേരുന്നത്. ജീവികയുടെ കയ്യിൽ നിന്നും ജീവൻ ആ റിമോട്ട് തട്ടിപ്പറിച്ച് വാങ്ങാൻ ശ്രമിക്കുന്നു. ഗാന്ധി അവിടേക്ക് വന്നു കഴിയുമ്പോൾ ജീവനും ഗാന്ധിയും തമ്മിൽ വലിയ ഫൈറ്റ് തന്നെയാണ് നടക്കുന്നത്. ജീവികയെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഗാന്ധിയെ ജീവൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. വേറെ നിവൃത്തിയില്ലാതെ ഗാന്ധി അവനെ ഷൂട്ട് ചെയ്യുകയും അവൻ താഴേക്ക് വീഴുകയും ചെയ്യുന്നു. എന്നാൽ മൂവി ഇവിടെ തീരുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഏറ്റവും വലിയ ട്വിസ്റ്റ് അവസാനമാണ് വെച്ചിരിക്കുന്നത്. ഈ താഴേക്ക് വീണ് മരിച്ചതൊന്നും യഥാർത്ഥ ജീവനല്ല. കാണുന്നതാണ് യഥാർത്ഥ ജീവൻ. ആ ജീവൻ തന്നെ പോലെയുള്ള ഒരുപാട് ക്ലോണുകളെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ ക്ലോൺ മാത്രമാണ് ഇപ്പോൾ ഗാന്ധിയുടെ ഷൂട്ടേറ്റ് മരിച്ച് താഴേക്ക് വീണിരിക്കുന്നത്. ഗാന്ധിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ജീവൻ ഇപ്പോൾ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ രണ്ടാമത്തെ ക്ലോണിനാണ്. അതും പോരാഞ്ഞിട്ട് ജീവൻ 3 എന്ന് പറഞ്ഞിട്ട് പുതിയതായിട്ടൊരു ക്ലോണിനെ കൂടി ജീവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓർഗാനിസത്തിന്റെ DNA-യിൽ നിന്നും ജനറ്റിക്കലി ഐഡന്റിറ്റിക്കൽ ആയിട്ടുള്ള മറ്റു ഓർഗാനിസത്തിനെ ഉണ്ടാക്കുന്ന ഈ ഒരു പ്രക്രിയയാണ് ക്ലോൺ. അതിനർത്ഥം ഗാന്ധിയുടെ ശത്രു ഇപ്പോഴും മരിച്ചിട്ടില്ല എന്നാണ്. ഇവിടെയാണ് ഈ മൂവി അവസാനിക്കുന്നത്.